സുരേഷ് മത്സരിക്കുന്നുണ്ടോ? അനൗൺസ് ചെയ്തിട്ടില്ല. അറിയാൻ വേണ്ടി ചോദിച്ചാൽ UDF-ന്റെ പുള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുള്ള റൂമേഴ്സ് ഉണ്ട്. എനിക്കറിയില്ല അത്. എനിക്കറിയില്ല അത്. ഏതായാലും രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? നമ്മളെല്ലാം രാഷ്ട്രീയ കുടുംബമല്ലേ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ EMSന്റെ മകൻ ശ്രീധരൻ അടക്കം മത്സരിച്ചൊരു ചരിത്രം കേരളത്തിലുണ്ട് CPM. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചാൻസ് വരികയാണ്. പാർട്ടി അങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു പാർട്ടി അംഗം നിലക്ക് അത് അംഗീകരിക്കില്ലേ? നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ. പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. അറിയില്ല എന്നാണ്. ഈ മലമ്പുഴ എന്ന് പറയുമ്പോൾ VS-ഉമായിട്ട് വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോള് കിട്ടിയാൽ അറ്റൻഡ് ചെയ്യുമെന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ്. താങ്കൾക്കും വളരെ അടുത്ത ബന്ധം മലമ്പുഴയിലുണ്ട്. അച്ഛന്റെ 2 തെരഞ്ഞെടുപ്പുകളിലും പൂർണ്ണ സമയം കൂടെ ഉണ്ടായിരുന്നതാണ് ആര്? മലമ്പുഴ അച്ഛന്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. പാർട്ടി കുടുംബമാണ്, പാർട്ടി പറഞ്ഞാൽ തള്ളിക്കളയില്ല. ഇപ്പൊ അങ്ങനെ വേണോ? ഇല്ല ഇല്ല. പിന്നെ വേറെ തുടർഭരണത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഞാനിപ്പോ അതിനെപ്പറ്റി പറയണോ? ഞാൻ ജസ്റ്റ് വന്ന് കയറിയേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റ് അല്ലേ. ഒരു കാര്യം കൂടി, സുരേഷ് അച്ഛന്റെ അടുത്ത് ഏറ്റവും അടുത്ത ആള്. അപ്പൊ സുരേഷ് അവിടെ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, ഞാൻ അത് അറിഞ്ഞിരുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ അനൗൺസ്മെന്റ് കേട്ടില്ല, അതുകൊണ്ടാണ്. കുടുംബപരമായ തീരുമാനമായിരുന്നു അത്. നമുക്ക് അച്ഛന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും കുടുംബത്തിന് വളരെ സന്തോഷമുണ്ട്. അത് തരുന്നവരോട് നന്ദിയുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ വാങ്ങണ്ടെന്നാണ് കുടുംബം തീരുമാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.